السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يقول إنك لمن المصدقين. സൂറത്ത് സാഫാത്ത് ഇന്ന് നമ്മൾ തുടങ്ങിയ വചനം 52-ാമത്തെ വചനം. സ്വർഗീയ സുഖാസ്വാദനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഭാഷണങ്ങളാണ് തുടർന്നുള്ള വചനങ്ങൾ. അത് തൊട്ടു മുമ്പ് നമ്മൾ കേട്ടത് നരകത്തിലുള്ള ആളുകൾ, ആ നരകത്തിലുള്ള ആ ചിത്രങ്ങളാണ്. നരകശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവരുടെ അവസ്ഥകൾ പരലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യുന്നു, ഖുർആനാവും സ്ക്രീനിലൂടെ ഇങ്ങനെ കണ്ണിൽ കാണുന്ന രൂപത്തിലൂടെ കാണിച്ചു തരണം. ഇനി തുടർന്ന് ഏതാനും വചനങ്ങൾ സ്വർഗത്തെപ്പറ്റി പറയുന്ന വചനങ്ങളാണ്. അത് അങ്ങനെയുള്ള ഖുർആൻ്റെ ശൈലി. അപ്പോൾ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെ സംഭാഷണങ്ങളും പറയുന്നുണ്ട്. അവിടുത്തെ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ആയത്താണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വർഗവാസികൾ ഉള്ള സംഭാഷണത്തിൽ ഒരു ആയത്തുണ്ട്. തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ് കാലും മിൻഹും ഇന്നി കാനം ലീ ഖരീൻ. ആ സ്വർഗത്തിൽപ്പെട്ട ഒരാൾ പറയാണ്, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. യഖൂലു, തുടർന്ന് പറഞ്ഞു, യഖൂലു, അവൻ പറയും അയിന്നക ലമിനൽ മുസദ്ദിഖീൻ, നിശ്ചയം നീ സത്യപ്പെടുത്തുന്നത് തന്നെയാണോ? അതായത് മരണം കഴിഞ്ഞ് പരലോകജീവിതം ഇതുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ പെട്ടവൻ തന്നെയാണോ നീ എന്നെന്ത് ചെയ്യുന്നു അവൻ എന്നോട് ചോദിക്കും, പറയും. ഐദാ മിഥുന കുന്ന തുറാബ, നാം മരിക്കുകയും മണ്ണായി തീരും ചെയ്താൽ, ഇളാമ എല്ലുകളായി തീരും ചെയ്താൽ, അയിന്നാൽ മൊയ്തീനൂൻ, വീണ്ടും നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി നടപടിക്രമങ്ങൾ എടുക്കപ്പെടുമോ എന്നുള്ള സംശയം പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയാണ് മറ്റുള്ള സ്വർഗത്തിലെ ആളുകളോട്, ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾ എത്തി നോക്കുന്നുണ്ടോ? അപ്പം സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ എത്തി നോക്കുക, എത്തി നോക്കുക. അങ്ങനെ ചെയ്തു. ഫത്തല, അങ്ങനെ അവർ എത്തി നോക്കി. ഫറആഹു, അവനെ കണ്ടു, ഈ പറഞ്ഞ ആളെ കണ്ടു. ഫീ സവാഇൽ ജഹീം, നരകത്തിന് മധ്യത്തിൽ കണ്ട്. ഖാല, അവൻ പറഞ്ഞു, തല്ലാഹ്, അള്ളാഹുവിന് സത്യം, കിത്ത ലതുർദീൻ, നിന്റെ തന്ത്രത്തിൽ ഒരു ആശയമാണ് പറഞ്ഞിട്ടോ, ഞാൻ അകപ്പെടുകയായിരുന്നെങ്കിൽ ഞാൻ നശിച്ചവരിലാകുമായിരുന്നു, എന്നെപ്പോലെ നരകത്തിൽ ആകപ്പെടുമായിരുന്നു. ലൗലാ നിഅമത്തു റബ്ബി, എന്നെ റബ്ബിൻ്റെ നിഅമത്ത് അനുഗ്രഹം എനിക്കില്ലായിരുന്നെങ്കിൽ ലകുന്തു മിനൽ മുഹ്ളരീൻ, ഞാനും ആ നരകത്തിൽ ഹാജരാക്കപ്പെടുമായിരുന്നു. എന്നിട്ട് അവർ പറയുന്നു, അഹനു ബി മയ്യിത്തീൻ, ഇനി നമുക്കെന്നല്ല അപ്പോൾ ഇല്ല, നഹനു നമ്മൾക്ക് ബി മയ്യിത്തീൻ, ഇനി നമുക്കെന്നല്ല മരണമില്ല, ഇല്ല മൊത്തത്തിൽ ഊല, ആദ്യത്തെ മരണമല്ലാതെ. ഒമാ നഹനു ബി മുഅദ്ദിബീൻ, നമ്മളെന്തല്ല ശിക്ഷിക്കപ്പെടുന്നവരുമല്ല. ഇന്നഹാദാ, ഇത് ലഫൗസുൽ അദീം, മഹത്തായ വിജയമാകുന്നു. സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള സുഖാനുഭവങ്ങളെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയുള്ള സുഖാനുഭവങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. അത് മഹത്തായ വിജയമാകുന്നു, സന്തോഷം കൊള്ളുകയാണ്. ഇനി നമുക്ക് മരണമില്ല, ശാശ്വതമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സുഖാസ്വാദനങ്ങൾ നിറഞ്ഞ ആ മഹത്തായ, നമുക്ക് ഒരു കണ്ണിനും കാണാൻ പറ്റാത്ത, ഒരു ചെവിയും പറഞ്ഞ് കേൾക്കാത്ത സുഖാനുഭവങ്ങൾ ഉള്ള സ്വർഗീയ സുഖ സൗകര്യങ്ങളിലേക്ക് അനയിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. അതിനായി നമ്മൾ വേണം വിശുദ്ധ ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കണം. അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിക്കണം. അത് നിർബന്ധമാണ്. 13 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല എന്ത് ചെയ്തില്ല, നമസ്കാരം പോലും നിർബന്ധമാക്കിയില്ല. 13 വർഷക്കാലം മക്ക ജീവിതത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു, ശുദ്ധീകരിക്കുകയായിരുന്നു. ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ചു.
അന്ധവിശ്വാസം അനാചാരങ്ങളിൽ നിന്നും ജാഹിലിയ സമ്പ്രദായത്തിൽ നിന്നും യഥാർത്ഥ ആചാരത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ എന്താവുന്നു, അത് വിശ്വസിക്കാൻ ഈമാൻ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ മനസ്സിലാക്കണം. അത് വിശ്വസിക്കാനുള്ളതാണ്, ആ കർമ്മശാസ്ത്രമല്ല. വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാനുള്ള ഈമാൻ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ഖുർആൻ. അത് വിശ്വസിക്കുകയാണ് വേണ്ടത്, വിശ്വസിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുണ്ട്, അത് കർമ്മത്തിന് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളാണ്, ആ ചര്യകളാണ് പരിശോധിക്കേണ്ടത്, കർമ്മങ്ങൾ. ഈ വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി എന്ത് ചെയ്തു, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ ഒരു മഹാൻ എന്ത് ചെയ്തു, ഇതിനു മുമ്പ് വാദപ്രതിവാദ ഓതുകയുണ്ടായി. പക്ഷെ അതിനെന്തറിഞ്ഞില്ല, ഏതോ മഹാന് എവിടെ എഴുതി വെച്ചിരുന്നല്ല അദ്ദേഹം സ്വയം ഇത് മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള സഹായപ്പെടുത്തുന്നതാണ് അയാൾ സ്ഥാപിക്കുകയാണ്. എന്നാൽ അള്ളാഹ് റസൂലിന് ആളെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് ഈ ആയത്ത് ഓതിക്കൊഴിപ്പിച്ച് സാഹിബിമാരോട് പറഞ്ഞോ, നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചെയ്യിച്ചോളും, വഫാത്തായ പ്രവാചകന് പാപം വന്നിരിക്കുന്നു? ഇല്ല, അതൊക്കെ ശിർക്കാവുന്നു, വൈബിയാണ്, സഹായപ്പെടുത്തന ശിർക്കാവുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയ ശ്രമങ്ങളാണ് അവർ ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യം ചെറിയ കാര്യം ആവർത്തിച്ച് പറയാൻ കാരണം എന്താൽ, നമ്മളെ വോയിസുകൾ നമ്മളെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി വിടുന്നുണ്ട്. പല ആളുകളും നല്ല അഭിപ്രായം പറയുന്നത്, സമസ്തക്കാർ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ നമ്മളെ സദസ്സിൽ കുട്ടികളുമുണ്ട്. അപ്പോൾ ഇത് ചെറുപ്പം മുതൽക്കേ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്തിൻ്റെ വിദഅത്ത്, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ ഖുത്ബകളിലൊക്കെ തന്നെ ഉണ്ടാവണം അത്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദഅത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രസംഗത്തിന് മുമ്പിലും പറഞ്ഞിരുന്നു, ശർറുൽ ഉമൂർ മുഹ്ദസാത്തുഹാ, മതകർമ്മങ്ങളിൽ ഷർറായത് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ആ പുതിയ നിർമ്മിച്ചുണ്ടാക്കിയ കാര്യത്തിലാണ് ബിദഅത്തുകളിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. വിശ്വാസം പറയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുവാനുള്ളതാണ്. ഖബറിൽ നമ്മൾ ചോദ്യം ചോദിക്കും, അൽമുഖ, എൻ്റെ ഇൽമ എന്താണ്, വിജ്ഞാനം എന്താണ്? അപ്പോൾ നമ്മൾ മറുപടി പറയണം, അള്ളാഹു വരുന്ന ഞാൻ വായിച്ചു പഠിച്ചു, ആമൻതു വിശ്വസിച്ചു. വിശ്വസിക്കാൻ എന്ത് വേണം? അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അറബികൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അറബി ഭാഷയിൽ മക്കൾക്കാർ ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചത് കേട്ടാൽ നമുക്കതിനെ നമുക്കതിനെ പോരാ. നമുക്ക് രണ്ട് പണിയുണ്ട്. ഒന്ന്, ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിച്ച് അത് പ്രകാരം എന്ത് ചെയ്യുക, നമ്മൾ പാരായണം ചെയ്യാൻ പഠിക്കുക. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്. ഈ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ് എന്താവുന്നത്, നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള വിഷയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഖബർ ചോദിച്ചപ്പോൾ എന്താണ് ഇൽമേ, അറിവ് വിജ്ഞാനം എന്തായിരുന്നു? അവിടുത്തെ കിതാബുള്ള ആമൻത് ബിഹി, ഞാൻ വിശ്വസിച്ചു. കണ്ട, ആമൻത് ബിഹി, ഞാൻ വിശ്വസിച്ചു. വിശ്വസിക്കാൻ അർത്ഥം അറിയണ്ടേ? അർത്ഥം അറിയാൻ ഞാൻ എങ്ങനെ നമ്മൾ വിശ്വാസമാവുമോ? വസദ്ദഖത ബിഹി, ഞാൻ സത്യമാക്കി. അവിടെ അടിവരയിടണം. എന്നിട്ട് സത്യമാക്കണമെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാക്കിക്കൊണ്ട് സാഹിബ് പഠിപ്പിച്ചു കൊടുത്തു, ആ നബിച്ചിരി ജീവിതത്തിൽ ബാധ്യമാക്കണം. അടുത്ത ചോദ്യം, മഹദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഖബറിൽ കൊണ്ട് കാണിച്ച് ഇതാരാണ് റസൂലുള്ളാഹ് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളായിരിക്കും നാം പിൻപറ്റേണ്ടത്. അപ്പോഴങ്ങ് പറയാൻ പറ്റുള്ളൂ. അതാണ് സത്യമാക്കുക എന്നാണ്. അതാണ് ഷഹാദത്ത്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് മരണം വരെ പിടിക്കാറായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. എന്നല്ലാതെ ഏത് മൈമാമിങ്ങൾ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ പിൻപറ്റി കൂടെ വഴിവഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹുദാൻ, അവർ രണ്ട് കാര്യങ്ങളാകുന്നു. എന്ത് ദീനി കാര്യങ്ങളെ രണ്ട് കാര്യങ്ങളാകുന്നു. എന്ത്? ഒന്ന് പരിശുദ്ധ ഖുർആന്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. ഹദിയ്, അതാണ് അങ്ങോട്ടാണ് ഞങ്ങൾ ശ്രദ്ധ പഠിക്കുന്നത്. ഒന്ന് ഹൈറ ഹദീ കിതാബുല്ലാഹ്, വർത്തമാനം ചുത്തമായ വർത്തമാനം, അള്ളാഹുവിൻ്റെ വർത്തമാനം, പരിശുദ്ധ ഖുർആൻ, അത് വിശ്വസിക്കുക. പിന്നെ ഹദിയ്, അങ്ങോട്ടുള്ള ശ്രദ്ധ കൊണ്ട് ഹദിയ്, ചര്യകൾ, മാർഗം, അതെന്താവുന്നു? ഹദിയ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഖുർആന് ഹദീസ്, ഒന്ന് വിശ്വസിക്കേണ്ടത്, മറ്റൊന്ന് പിൻപറ്റേണ്ടത്, മാതൃകയെ സ്വീകരിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മുസ്ലിം പറയുന്നുണ്ട്, തറക്ക് ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോകുന്നു. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒഴിച്ചു പോയില്ല. അണപ്പല്ലോ നിങ്ങൾ കടിച്ചു പിടിക്കണം. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ട്. എൻ്റെ കാലശേഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അത് ഖുർആന് എന്താണ്? അത് പരിശുദ്ധ ഖുർആന്, തിരുമുസ്ലിമയുടെ ഹദീസുകളുമാണ്. അപ്പോൾ അത് രണ്ട് പഠിക്കുക. ഇന്ന് ഫർളാണ്. 13 വർഷമാണ് അതിനുവേണ്ടി അല്ലാഹു തആല അതിനുവേണ്ടി അനുവദിച്ചത്. ബാക്കി 10 വർഷം കാലം കൊണ്ടാണ് പിന്നെയുള്ള ബാക്കി ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യം പഠിപ്പിച്ചത്. മദീന ജീവിതത്തിൽ
ഹിജറയുടെ അവസാന ഘട്ടത്തിലാണ്, മക്ക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. അവിടെ വെച്ചിട്ട് അള്ളാഹു തആല നിന്ന് നേരിട്ട് നൽകുകയാണ് നമസ്കാരം. അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാതെ അള്ളാഹു തആല നേരിട്ട് നൽകുകയാണ്, നേരെ കൊണ്ടുപോവാണ്. ഇനിയാണ് പോയിക്കോ, എനിക്ക് പറ്റൂല. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. മുഖറബീങ്ങളായ മലക്കായ ഏറ്റവും അള്ളാഹുവിനെ സാമീപ്യം സിദ്ധിച്ച മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, പ്രവാചകരെ നിങ്ങളാണ് പോയിക്കോളിയും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക്. ആർക്ക് എന്തില്ല, ആർക്കില്ല? ആ മുഖറബായ മലക്ക് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുത്ത് മുഖറബീങ്ങൾക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം ആനയിക്കുകയാണ്. എന്നിട്ടോ അള്ളാഹു കണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. അങ്ങോട്ട് നമ്മുടെ ശരീരപ്രകൃത അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. പരലോകത്തെ സത്യവിശ്വാസികൾ കാണുക തന്നെ ചെയ്യും. പൂർണ്ണ ചന്ദ്രൻ ഉച്ച നിൽക്കുന്ന പോലെ അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അതിരില്ല എന്ന് പറഞ്ഞു. സത്യവിശ്വാസികൾ ഇനിയൊന്നും വേണ്ട, അള്ളാഹുവിന് കണ്ണുകൊണ്ട് കണ്ടല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ രംഗത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അതിന് വേണ്ടി വേണം ഖുർആൻ ഹദീസ് അർത്ഥം വായിച്ചു പഠിക്കണം. ഹജ്ജ് ചെയ്ത കൂലി എന്നല്ല പറഞ്ഞത്, ഹജ്ജിനേക്കാളും കൂലിയുണ്ട്. ഹജ്ജ് ചെയ്ത കൂലി മാത്രമല്ല, ഹജ്ജിനേക്കാളും കൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹദീസ് ഞാൻ അതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത എല്ലാ ഹജ്ജും അള്ളാഹ് സ്വീകരിക്കില്ല, നമുക്കറിയില്ലോ. ഹജ്ജ് എന്തെങ്കിലും ശിർക്ക് ബിദഅത്ത് വന്നാൽ, ഇപ്പോൾ ഹജ്ജ് ചെയ്തതിന് ശേഷം നബിയെ പാപം കൊടുത്തിട്ട് മദീനത്ത് പോയി നിങ്ങൾ പാപം തേടി, ഹജ്ജ് പോയില്ലേ, ശിർക്കിലായിപ്പെട്ടില്ലേ? എവിടെ ഹജ്ജ് ചെയ്ത കൂലി എവിടെ? അത് മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താ ബിദഅത്ത്. അതിന്ന് വിട്ടു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കർമ്മങ്ങൾ ചെയ്യേണ്ടത്. എങ്കിലേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിന് പ്രതിഫലം കിട്ടുക. അങ്ങനെ അതിനു വേണ്ടി ഖുർആൻ ഹദീസ് പഠിക്കണം, അല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ല. അക്കാര്യങ്ങളാണ് നാം ശരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ, ചെറുതായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ കാരണം, നമ്മളൊരുപാട് സഹോദരിമാർ അന്ധവിശ്വാസം അനാചാരങ്ങൾപ്പെട്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ പോയിട്ട് ശിർക്കും ബിദഅത്തും ചെയ്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഒക്കെ അവസാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉംറയൊക്കെ മക്കത്താണല്ലോ ഉംറ ഉള്ളത്, അത് ഹജ്ജ് ഉള്ളത്, ഒക്കെ അവിടെ പോയി പിന്നെ മദീനത്തൊക്കെ പോകില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവയെ പാപം കൊടുത്ത് തന്നെ ഞങ്ങൾ സങ്കടം പറയുന്നു. ശിർക്കും ചെയ്തുകൊണ്ടാണ് പല ആളുകളും മദീനത്തിൽ നിന്ന് പ്ലെയിൻ കയറി വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കില്ലാതിരിക്കാനാണ് പണ്ഡിതന്മാർ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്തിഹാസമാണ്, അത് തവസ്സുലാണ്. അള്ളാഹുവിൻ്റെ അടുക്ക അടുക്കാൻ നമുക്ക് അടയാളന്മാർ വേണം. ട്രാൻസ്ഫോമറിന് നേരിട്ട് കരണ്ട് എടുക്കാൻ പറ്റുമോ? അള്ളാഹുവിനെ ഉപയോഗിക്കുകയാണ്. ശിർക്കല്ലാതെ ഈ ദുനിയാവിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഉപയോഗിക്കാൻ പറ്റുമോ? പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെതായിരിക്കുന്ന എന്ത് സിഫത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ പറഞ്ഞു, ദുആനി അസ്തജീബ്, എന്നോട് ഞാൻ ഉത്തരം നൽകാം. എന്നോട് ദുആ ചെയ്യാത്തവൻ അതിനോട് അള്ളാഹു കോപ്പിക്കും, അള്ളാഹുവിന് കോപ്പം ചെയ്യുന്ന ദുആ ചെയ്യുക അള്ളാഹു തആല കോപ്പിക്കും. വൈബിയാണ് എല്ലാ സഹായങ്ങളും നേർച്ചകളും വഴിപാടുകളൊക്കെ തന്നെ, ആരാധനകളൊക്കെ തന്നെ അള്ളാഹുവിനെ അർപ്പിക്കുക. അങ്ങനെ ചെയ്യാനാണ് നമ്മുടെ പറയുന്നത്. എന്നല്ലാതെ എൻ്റെ അടിയാളന്മാർ അവർക്ക് അടിയാന്മാരായ ആളുകൾ അവരൊക്കെ മുഖേന നമ്മളെ അടുക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചതെന്ന് ഇല്ല, നബിച്ചേരിയിലില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചതെന്ന് എല്ലാ പ്രാർത്ഥനകളും ദുആകളും ഒക്കെ തന്നെ നേരെ അള്ളാഹുവിനോട്. ആ മാർഗ്ഗം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഹദീസിന് മറ്റൊരു ഹദീസിൻ്റെ ആവശ്യമില്ല. ആ സമയം തിരിച്ചു പോയല്ലോ, കൂടുതലായി കഴിയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹദീസും ഖുർആനും അടക്കമാണ് നിങ്ങൾ ശരീരപ്പെടുത്തിയില്ല എങ്കിൽ കൂടിയിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ച ആ കാര്യങ്ങൾ ഓർക്കുക. നമസ്കാര ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പിടിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് ഇമാം പറയും. പിന്നെ പോഴും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് അറിയുന്ന പ്രാർത്ഥന, ഒന്നുമില്ല, അത് ഒരു പുതിയതുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് നമുക്ക് അറിയുന്നത് തന്നെ, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയ്യാഹ് വലാ നഅബുദു, ഞങ്ങൾ ആരാധിക്കൂല, ഞങ്ങൾ ആരാധിക്കില്ല ഇയ്യാ, അവനല്ലാതെ അള്ളാഹനല്ല ഞങ്ങൾ ആരാധിക്കൂല. അവർ പ്രതീക്ഷ എടുക്കുകയാണ്. ഇയ്യാക്കനാണോ ഇയ്യാക്കന, ഇന്ന മാത്രങ്ങൾ ആരാധിക്കും, ഇന്നോട് മാത്രങ്ങൾ സഹായം ചെയ്യിക്കുന്നു. അവിടെ നിന്ന് ആരവിടുക വലാവില്ല ഇയ്യാ ലഹുൽ നിഅമത്തു, എല്ലാ നിഅമത്തും അള്ളാഹുവിനാണ്. ഖൈറും ഷെറും അള്ളാഹുവിനാണല്ലോ. ഖൈർ നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, ഷെറും രക്ഷ അള്ളാഹുവിനോട്. ഖദറിലെ വിശ്വാസം. ലഹുൽ നിഅമത്തു വലൽ ഫദ്ലു, അനുഗ്രഹങ്ങൾക്ക് അവന് കൈവശമുള്ളത്, അവനോടാണ് ചോദിക്കേണ്ടത് എന്നാണ് ഒക്കെ സൂചന. വലഹു സലാഹ് ഹസ്ന, എല്ലാ നല്ല പുഴമയും അവനക്കാവുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാം എന്തൊക്കെയോ പുഴമകളുണ്ടോ, അത്തഹിയാത്തില്ല, എല്ലാ പുഴമകളും തിരുമും കാഴ്ചയും ആവാവുന്നു. എന്നിട്ടോ ഇടും ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആവർത്തിച്ച് 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഇല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, ഒന്നും കൂടി വരിഞ്ഞു കെട്ടി. തിരക്കുള്ളവർക്ക് പോട്ടെ, പല ആളുകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുഖ്ലിസീൻ, നിഷ്കളങ്ക, അതായിരുന്നു നമ്മുടെ വിഷയം, നിഷ്കളങ്കത. നിഷ്കളങ്കമായി ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട്, നിഷ്കളങ്കമായി എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ആരാധിക്കുക, നേർക്ക് നേരെ, ഒരു കളങ്കും ഇല്ലാതെ, വളവില്ലാതെ, വക്രതയില്ലാതെ, നേർക്ക് നേരെ കീഴ്വഴക്കം മുഴുവനും അവനാക്കുക. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഇല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല. എന്നിട്ടോ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വഴക്കം മുഴുവനും അവൻ നിഷ്കളമാക്കിക്കൊണ്ട് ഞാനിത് പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഇല്ലാതെ ആരാധിക്കാനുമില്ല. നമ്മൾ ഷഹാദത്തോ വഅശ്ഹദു അന്ന റസൂലുള്ളാഹ് അവിടെ ആകുമ്പോഴോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കാൻ എന്ന പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു, നിഷ്കളങ്കമായി കീഴ്വഴത്തിക്കൊണ്ട്. ആദ്യത്തെ വിശ്വാസം തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം, ഈമാൻ. മറ്റത് കർമ്മം, മുഖ്ലിസീന ലഹുദ്ദീൻ, എല്ലാ കീഴ്വണക്കങ്ങളും ആരാധന മുഴുവനും അവൻ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ തുടർന്ന് ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞയാണത്. കാഫിറൂൻ, കാഫിരീങ്ങൾക്ക് വെറുപ്പായാലും ശരി. അത്തരം കാര്യം പഠിക്കുക, മനസ്സിലാക്കി ഉൾക്കൊള്ളുക, മറ്റുള്ളവർ പഠിപ്പിച്ചു നോക്കുക. നമസ്കാര ശേഷം ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഇന്നലെ നമ്മൾ കേട്ട ഹദീസ്, ആ 5 കാര്യങ്ങൾ 6 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന പറഞ്ഞാൽ ഒരു ഹദീസ്, ആ ഹദീസ് എന്താവുന്നു, താമ എന്ന് പറഞ്ഞല്ലോ, ആ ഹദീസ് എന്താവുന്നു, അത് സഹീഹ് അല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. സുബ്ഹിസ്കാരത്ത് പള്ളിയിൽ പോയാൽ ജമാഅത്ത് നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞോളം പള്ളിയിൽ ഇരിക്കുക, എന്നിട്ട് സൂര്യ ഉച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജ്ജും ഉംറയും ചെയ്ത് കൂലി കിട്ടും. ഹദീസ് 3 പ്രാവശ്യം മൂപ്പർ ആവർത്തിച്ചു, ഇന്നും ആവർത്തിച്ചു. അതെന്താണ്, അത് ഹസനാണ്. അതെന്താണ്, ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഹസന് എന്ന് പറഞ്ഞാൽ സഹിഹ അല്ലാത്ത ഹസന് ഹദീസുകൾക്ക്, സഹിഹ ഹദീസിന് 5 പ്രത്യേകതകളുണ്ട് പറയാൻ മറ്റൊരു സൗകര്യത്തിൽ. അതിൽപ്പെട്ട ഒരു പതിവ്, ഓർമ്മശക്തി ഇല്ലാത്ത ആൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് ഹസന് അറിയാം, അതിന് മാറ്റി വെച്ചു സഹീന്ന്. അപ്പോൾ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, അത് പണ്ഡിതന്മാർ സഹീഹാണ് അല്ല, അത് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്ത് വേറെ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് സാഹിബുകാരുണ്ടായിട്ട് ഒരു ആൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതൊരു ലൈഫാണ് എന്നുകൂടി എന്ത് ചെയ്ത്, അദ്ദേഹം ഓർമ്മശക്തി കുറവുള്ള ആളാണ് എന്നുകൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. അല്ലാതെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹ് മുസ്ലിം ഹദീസ് പഠിപ്പിച്ച 2 റക്അത്ത് ഒളു ചെയ്യുക. അപ്പോൾ നമ്മൾ പാപങ്ങളൊക്കെ ഓരോ അവയവങ്ങൾ കൊള്ളുമ്പോൾ വെള്ളത്തിന് കൂടെ ഒഴുകിപ്പോവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ഹദീസിൽ, സഹീഹ് മുസ്ലിമുണ്ട്, 2 ദിവസം നമുക്ക് പറയാൻ പറ്റിയ സുഖീകരമായ ഹദീസിലെ ഒരു കയമ്പാങ്ങളോട് പറയുകയാണ്. എന്നിട്ടോ പിന്നെ ഒതു ചെയ്യുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതി. അപ്പോൾ ആ ഒഴുകൂടി നമ്മളെ പാപങ്ങളൊക്കെ തന്നെ പുറത്തു പോകും. അതുകൊണ്ട് അതിന് ശേഷം ഒരു പ്രാർത്ഥന, ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക, അത്രേ പറഞ്ഞുള്ളൂ. ഫർള് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഖൽബുഹു ഇലല്ലാഹി തആല, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അടിവരേണ്ടത്. ഖൽബിനെ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, അള്ളാഹിനെ മനസ്സിൽ കാണുക. ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹിനെ മനസ്സിൽ കാണുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അള്ളാഹു തആല എന്ന് മറുപടി എന്ന് പറയുന്നത് എൻ്റെ അടി എന്നെ സ്തുതിച്ചു. ആ മുനാജാ സംഭാഷണങ്ങൾ നമ്മൾ അതിന് തടസ്സമായി പിശാചാടം വന്നിക്കും. അവൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞുകൊണ്ട് ആദ്യം ഔദു ബിസ്മില്ലാഹി ചൊല്ലി 3 പ്രാവശ്യം തുപ്പലില്ലാതെ മുക്കിയിട്ട് കാണും നമ്മൾ എന്ത് ചെയ്യാം, ബിസ്മി ഓതാൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ശരണം പൊയ്ക്കോളും. ആ ഒരു തടസ്സമാവണം, എപ്പോഴും നമ്മൾ മറ്റു ചിന്തയിലേക്ക് കൊണ്ടുപോകും. ആ ചിന്തയൊന്നും ഇല്ലാതെ നമ്മൾ ഖൽബ് അള്ളാഹുവിലേക്ക് വിട്ടുകൊണ്ട് എന്ത് ചെയ്യുക, 2 നമസ്കാരം, സുജൂദുകളും റുകൂഉകളൊക്കെ ദിക്റും ദുആകൾ ഫാത്തിഹകൾ മുഴുവൻ നമ്മൾ പാരായണം ചെയ്ത്, ചെറിയ സൂറത്ത് മതി, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് മതി, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഓതിയിലും വേണ്ടിയില്ല. ആ ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യുക, ആ കറക്റ്റ് അർത്ഥത്തോട് കൂടിയിട്ടാണ്ട് ഓതുക. റുകൂയിലും സുജൂദിലും ഒക്കെ ഉള്ള ദിക്റും ഒക്കെ സുന്നത്താണ്, ഫർളല്ല. ഫാത്തിഹ ഫർളാണ്. അതാണ് മുഴുവൻ. അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യുക, അർത്ഥം കൊണ്ടുപോയി 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഫറ ഖൽബുഹു ഇലല്ലാഹി തആല എന്ന് പറഞ്ഞ ആ കാര്യം ഓർക്കുക. എങ്കിൽ അമ്മ വെച്ച കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്ന് ഹജ്ജ് ഉംറ ചെയ്ത് കൂലിയാണ്. അതിന് സുബഹിസ്കരിക്കാൻ ജമാഅത്തായിട്ട് പള്ളിയൊക്കെ വരണം നിർബന്ധം തന്നെ ആയിക്കോട്ടെ. അത് സൂര്യ ഉക്കോളം വേണ്ടി ഇരിക്കുക, എന്നിട്ട് 2 റക്അത്ത് സുന്നസ്കരിക്കാൻ ഷർത്തുകളൊന്നും അവിടെ ഇല്ല. താമ അതേപോലെ കൂലി എന്നല്ല, പൂർണ്ണമായും ഹജ്ജും ഉംറയും ചെയ്ത് കൂലി എന്നാണ്. താമ എന്ന് അതേപോലെ കൂലി 3 പ്രാവശ്യം പറയുണ്ടായി. അതേപോലെ കൂലി എന്നല്ല, താമ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, പൂർണ്ണമായും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇക്കാലങ്ങൾ ഇത് മുമ്പ് നമ്മൾ മജീബ് സംസാരിച്ചിട്ട് മൂപ്പര് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്കറിയില്ല. അവരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിതൊന്നും പറയൽ ശരിയല്ലല്ലോ. ഞാൻ ജാഫറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇന്ന് വൈഫുണ്ട്, അത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ.
ഇനിയും ആവർത്തിച്ച് പറയുമ്പോൾ ആയിക്കോട്ടെ, നമ്മളെന്താ ചെയ്യുക, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെയല്ലേ മനുഷ്യന്മാർ, നമ്മൾ കേൾക്കുന്ന ആളുകളല്ലേ. എങ്കിൽ കൂടി നമ്മൾ ചെയ്യണം, നമ്മൾ പരസ്പരങ്ങളൊക്കെ കേട്ടവരാണത്. അത് ആണ് മാറ്റിച്ചാലും മറ്റുള്ള എത്ര കാര്യങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ. അത് നമുക്ക് എന്തല്ല ദിക്റുദുആകൾ ചൊല്ലിനെ പറ്റി, ഖുർആൻ പഠിക്കുന്നതിനെ പറ്റി ഒക്കെ പറഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യണം. അൽഹംദുലില്ലാഹ് അതിൽ വളരെ ഹദീസുകൾ ബലത്തോടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഹജ്ജും ഉംറയും ചെയ്ത കൂലി, ഹജ്ജിനും ഉംറയും ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ ഹദീസ് ഹസനാണ്, അതുകൊണ്ട് നമ്മളെ പെൻഡിങ്ങിലൊക്കെ അവിടെ ലൈഫാണ് പറയാൻ പോകണ്ട, എന്താ പോലെ തന്നെ അത് പറയാനും പോകണ്ട. അങ്ങനെ ഹദീസുണ്ട്, അതിൻ്റെ ഹസനാണ്, ഒരു സഹീൻ്റെ പദവി ഇല്ലാത്തതാണ് എന്നുകൂടി എന്ത് ചെയ്യുക, പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ദിക്റുദുആകൾ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ പുണ്യകരമായ ഫർള് കൂടിയാണ് എന്ത്, ഖുർആൻ ഹദീസ് പഠിക്കുക എന്നുള്ളത് കാര്യം ഊന്നൽ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وأنت البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله ഞങ്ങൾ ഒരുപാട് ആളുകൾ രോഗികളായുള്ളവരുണ്ട്. ഞങ്ങൾ സ്വന്തത്തിൽ കുടുംബത്തിൽ സഹോദരന്മാർ കൂട്ടുകാരിൽ ഒക്കെ തന്നെ ആശുപത്രിയിൽ കഴിഞ്ഞു കൂടിയവരുണ്ട്, വീട്ടിൽ കഴിഞ്ഞു കൂടിയവരുണ്ട്, പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവരുണ്ട്. ഞങ്ങൾക്കും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ട് രോഗങ്ങളൊക്കെ ശിവാക്കി തന്ന് ഞങ്ങൾ ഒരുപാട് ദുരിതങ്ങളുണ്ട്. ഞങ്ങൾ മനസ്സിനുള്ള ഒരുപാട് പ്രയാസങ്ങൾ എല്ലാവരും പറയാൻ പറ്റാത്ത ആ പ്രയാസം ഞെരുക്കളൊക്കെ അല്ലാഹു തആല നമ്മളെ അതൊക്കെ ദൂരീകരിച്ച് തന്ന് തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ശിർക്ക് പെടാതെ ബിദഅത്തുകളിൽ നിന്ന് വിട്ടതുകൊണ്ട് സുന്നത്തോട് മരിച്ച് അള്ളാഹുവിൻ്റെ വിചാരണ കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന 7 വിഭാഗത്തിൽ പെട്ട ഒരു കൂട്ടരെ നമ്മളാക്കി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ നീ യാ അർഹമർ റഹീമീൻ ഞങ്ങൾ ദുആ സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നിന്നോടല്ല മറ്റൊന്നും ദുആ ചെയ്യാനില്ല. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നിനക്കറിയാം തമ്പുരാനെ. ഖൈറായ കാര്യങ്ങൾ നീ സാധിച്ചു തരണമേ, ഷർറായ കാര്യങ്ങൾ നീ ഞങ്ങൾ തട്ടി മാറ്റി തരണമേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.